ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്, വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത് വെളുത്തുള്ളിയാണ്, അത് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ അതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം കൂടി ചേർക്കുന്നുണ്ട്, ഉണക്കമുന്തിരി, കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എന്നിട്ട് നേരെ കടുക് ഇട്ടിട്ട് പൊട്ടിക്കുകയാണ് ചെയ്തത്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഉണക്കമുന്തിരിയില്ലേ അത് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഉണക്കമുന്തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് വീർത്ത് വരുമല്ലോ, ആ വീർത്ത് വരുന്ന സമയത്താണ് പിന്നെ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഉണക്കമുന്തിരി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം വീണ്ടും അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി നല്ല രീതിയിൽ സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മഞ്ഞൾപ്പൊടി നല്ലപോലെ സ്പ്രെഡായതിന് ശേഷം ഞാനൊരു അടപ്പെടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അച്ചാർ പൊടിയാണ്. അച്ചാർ പൊടി നല്ല പോലെ വന്നിട്ടുള്ള വെളുത്തുള്ളിയിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 3 സ്പൂണോളം അച്ചാർ പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അല്പം സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യാനുസരണത്തിന് സുർക്ക നിങ്ങൾ ചേർത്ത് കൊടുക്കണം. പിന്നെ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഒരു മൂടി എടുത്തിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അച്ചാർ പൊടിയും സുർക്കയെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം തീയിലിട്ടിട്ട് വേവിപ്പിക്കലില്ല കേട്ടോ. ഒരു മൂടി എടുത്തിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഇതാ നമ്മളെ കുഞ്ഞ് സ്പെഷ്യൽ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ളൊരു വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.